നമസ്കാരം. ആവേശം സിനിമ പുറത്തിറങ്ങിയതിൽ പിന്നെ നാട്ടിലെ ഗുണ്ടകൾക്കെല്ലാം അല്പം നിലയും വിലയുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആവേശത്തിലെ രംഗണ്ണനെ പോലെ ഗുണ്ടകൾ യുവാക്കളെയും കൗമാരക്കാരെയുമെല്ലാം ആവേശഭരിതരാക്കിയിട്ടുണ്ട്. വടിവാള് കൊണ്ട് കേക്ക് മുറിച്ച് ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷിക്കുന്ന സംഭവങ്ങളും പതിവാണ്. ഇപ്പോഴത്തെ തേക്കിൻകാട് മൈതാനിയിൽ ആവേശം സിനിമാ മോഡലിൽ സംഘടിപ്പിച്ച പിറന്നാൾ ആഘോഷം പോലീസിന്റെ സംയോജിത ഇടപെടലിൽ പൊളിഞ്ഞു. തീക്കാറ്റ് സാജൻ എന്ന ഗുണ്ടാ തലവന്റെ പിറന്നാൾ ആഘോഷത്തിനാണ് 17 പ്രായപൂർത്തിയാകാത്തവരടക്കം 32 പേർ തേക്കിൻകാട് മൈതാനിയിൽ ഒത്തുകൂടിയത്. നിരവധി കൗമാരക്കാരാണ് പിറന്നാൾ ആഘോഷത്തിന് എത്തിയിരുന്നത്. പിറന്നാളിന് മുറിക്കാനായി കേക്കും തയ്യാറാക്കിയിരുന്നു. സംഭവം അറിഞ്ഞ ഈസ്റ്റ് പോലീസ് 4 വാഹനങ്ങളിലായി എത്തി പാർട്ടിക്ക് എത്തിയ സംഘത്തെ വളഞ്ഞു. രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ചുറ്റുപാടും വളഞ്ഞ പോലീസ് എല്ലാവരെയും പിടികൂടി. തീക്കാറ്റ് സാജൻ സിനിമാ സ്റ്റൈലിൽ തേക്കിൻകാട് മൈതാനിയിലെത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ സംഘാംഗങ്ങളെ പിടികൂടിയത് അറിഞ്ഞതോടെ ഇയാൾ ഇവിടേക്ക് വരാതെ രക്ഷപ്പെട്ടു. പ്രായപൂർത്തിയാകാത്ത 17 പേരെയും അവരുടെ രക്ഷിതാക്കൾ വിളിച്ചു വരുത്തിയ ശേഷം പറഞ്ഞയച്ചു. അനധികൃതമായി സംഘം ചേർന്നതിന്റെ പേരിൽ ശേഷിച്ച 15 പേരുടെ പേരിൽ കേസെടുത്തു. ഞായറാഴ്ച വൈകിട്ട് 4:00-ഓടെയായിരുന്നു ഈ സംഭവം. അടുത്തിടെ ജയിൽ മോചിതനായ സാജൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കുട്ടികളെ സംഘടിപ്പിച്ചത്. SJ എന്ന പേരിൽ ഇവരെ ചേർത്ത് വാട്സപ്പ് ഗ്രൂപ്പും തയ്യാറാക്കി. തുടർന്നായിരുന്നു തെക്കേ ഗോപുരം നടയിൽ ജന്മദിനാഘോഷം ഒരുക്കാൻ പ്ലാൻ ചെയ്തത്. പോലീസുകാർ ഇത് രഹസ്യമായി മനസ്സിലാക്കി. തുടർന്നായിരുന്നു സംഘാംഗങ്ങളെ കസ്റ്റഡിയിലെടുത്തത്. അടുത്തിടെ പത്തനംതിട്ടയിലും ഗുണ്ടകളുടെ ജന്മദിനാഘോഷം വിവാദമായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഇലവുംതിട്ട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കുളനട പഞ്ചായത്ത് 8-ാം വാർഡിൽ പുന്നക്കുന്ന് ആൽത്തറപ്പാട് അജീഷ് ഭവനും അജീഷാണ് തൊട്ടടുത്ത കമ്മ്യൂണിറ്റി സെന്റർ വാടകയ്ക്കെടുത്ത് പിറന്നാൾ ആഘോഷിച്ചത്. ആഘോഷത്തിലെ മുഖ്യ ഇനം കേക്ക് മുറിക്കലായിരുന്നു. വടിവാൾ കൊണ്ടായിരുന്നു ഈ കേക്ക് മുറിച്ചത്. ഈ ദൃശ്യങ്ങൾ ആവേശം സിനിമയിലെ ഡയലോഗുകളുടെ അകമ്പടിയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട സംസ്ഥാന ഇന്റലിജൻസ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ഇലവുംതിട്ട പോലീസ് SHO TK വിനോദ് കൃഷ്ണൻ അജീഷിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. ആഘോഷത്തിന് ഉപയോഗിച്ച വടിവാൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അത് യഥാർത്ഥ വടിവാളല്ലെന്നും നാടകത്തിന് വേണ്ടി നിർമ്മിച്ച തടി കൊണ്ടുള്ള വാളാണെന്നും അജീഷ് അറിയിച്ചു. തടി കൊണ്ടുള്ള വാൾ സ്റ്റേഷനിൽ ഹാജരാക്കുകയും ചെയ്തു. അന്വേഷണത്തിൽ അത് യഥാർത്ഥ വടിവാളല്ലെന്നാണ് SHOയും പറയുന്നത്. കഴിഞ്ഞ വർഷം പന്തളം കേന്ദ്രീകരിച്ച് ഒരു ട്രൂപ്പ് നാടകത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ ട്രൂപ്പ് അംഗത്തിന്റെ മകൻ നാടകത്തിന് ഉപയോഗിച്ചിരുന്ന തെർമോക്കോൾ കിരീടവും രാജാപാട്ട് വേഷവും പിറന്നാൾ ആഘോഷത്തിന് കൊണ്ടുവന്നിരുന്നു. എന്നാൽ തടിവാള് കൊണ്ടും കേക്ക് മുറിക്കുക മാത്രമേ ചെയ്തുള്ളൂവെന്നും വേഷങ്ങളും കിരീടവും ധരിച്ചിരുന്നില്ലെന്നും SHO പറയുന്നു. മാത്രമല്ല, അജീഷിന് ഇപ്പോൾ ഗുണ്ടാപ്പണിയില്ല. CPMന്റെ പ്രാദേശിക നേതാവാണ് ഇയാൾ. പന്തളം കേന്ദ്രീകരിച്ച് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ജീവനക്കാരനുമാണ്. വാളുകൊണ്ട് കേക്ക് മുറിക്കുന്നതും ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നതിനിടയിലൂടെ വാൾ വീശി അജീഷ് നടക്കുന്നതുമായിരുന്നു അന്ന് വന്ന വീഡിയോയിലുണ്ടായിരുന്നത്. സംഭവം വിവാദമായതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇലവുംതിട്ട പോലീസ് ഇത് വടിവാളല്ല തടിവാളാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അജീഷിന് ക്ലീൻ ചീറ്റും കിട്ടി. ഈ വർഷം ഫെബ്രുവരിയിലും ഇത്തരത്തിൽ പിറന്നാൾ ആഘോഷത്തിന് ഗുണ്ടകൾ ഒത്തുകൂടിയതും വാർത്തയായിരുന്നു. ആലപ്പുഴ മുഹമ്മയിലായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകളുടെ ഒത്തുചേരൽ. കൊലക്കേസ് കാപ്പി ഉൾപ്പെടെയുള്ളവരുടെ പാർട്ടിയായിരുന്നു ആലപ്പുഴയിൽ നടന്നത്. തമ്മനം ഫൈസലിന്റെ വീട്ടിലായിരുന്നു ഗുണ്ടകളുടെ ഒത്തുകൂടൽ. ഗുണ്ടാ നേതാവ് രാഹുലിന്റെ ജന്മദിന പാർട്ടിയാണ് ഗുണ്ടകൾ ആലപ്പുഴയിൽ ആഘോഷിച്ചത്. ഇതിനോടകം ജന്മദിന പാർട്ടി ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. കുളക്കോഴി ഷെഫീഖ്, അരുൺ അന്തപ്പൻ, താറാവ് ശ്യാം ഉൾപ്പെടെ 10-ലധികം പേരായിരുന്നു തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തിയത്. ഈ വർഷം മാത്രമല്ല, ഇതിനു മുൻപും സമാനമായ ഇത്തരം വാർത്തകളും പുറത്തു വന്നിരുന്നു.